നമുക്ക് അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പോയാലോ? അങ്ങനെ ഞങ്ങൾ ഇന്നലെ അമ്മൂമ്മ കൊട്ടാരത്തിൽ സദ്യ കഴിക്കാൻ പോകട്ടെ, അന്നദാനം ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പോകും. ഒന്നാമത്തെ കാര്യം നമ്മൾ വ്രതം കൂടിയാണ്. അടുത്ത ദിവസം അമ്പലത്തിൽ പൊങ്കാലയുണ്ട്. അപ്പം നമ്മൾ വെയിലായതുകൊണ്ട് നമ്മൾ കാർ എടുത്തിട്ട് അവിടെ പാർക്കിംഗ് ഉണ്ട് താഴെ. അവിടുന്ന് നമ്മൾ പാടത്തൂടെ വേണം കേട്ടോ നടന്ന് അമ്പലത്തിലോട്ട് പോകാൻ. ഇതൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റു ആട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾ സ്ഥലം കണ്ടിട്ടില്ലല്ലോ, അത് വേറൊരു കാര്യം. അടിപൊളി പ്ലേസാണ്, പക്കാ നാട്ടുമ്പുറമാണ്. തോട്, അതിൻ്റെ കരയിൽ ഒരു ചെറിയ കാവായിരുന്നു. പിന്നീട് അത് അമ്പലമായി മാറിയതാണ് കേട്ടോ. ഈ തോട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല പനിനീര് പോലത്തെ വെള്ളം കേട്ടോ പോകുന്നത്. അത്രയ്ക്കും അടിപൊളിയാണ് കാണാനായിട്ട് സ്ഥലങ്ങളൊക്കെ. ഒരു 3 വർഷമായിട്ട് നമ്മൾ അടുപ്പിച്ച് ഇപ്പോൾ ഇവിടെ പൊങ്കാലയൊക്കെ ഇടാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാല് കഴുകിയിട്ടാണ് അമ്പലത്തിൽ തൊഴാൻ കയറുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ തന്നെയായിട്ട് കൈ കഴുകുന്നത്. നേരെ പോയി ക്യൂവിൽ നിന്നു. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് സാലാഡ്, തോരൻ, അവിയൽ, മോര് കറി, സാമ്പാർ, അയ്യോ അച്ചാറൊക്കെ കൂട്ടിയിട്ട് സദ്യ കഴിച്ച് എൻ്റെ പൊന്നു മക്കളെ വായിന്ന് ഇങ്ങനെ വെള്ളം എനിക്ക് പറയുമ്പോഴിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അമ്പലത്തിൽ അന്നദാനം കഴിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അടുത്തത് ആറ്റുകാലാണല്ലോ. ബൈ എൻ്റെ ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഇതിലും അടിപൊളിയാണ് കേട്ടോ.